സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നത്തോലി മീൻ വെച്ചിട്ട് ഒരു അട. ഉണ്ടാക്കാൻ പോകും. അപ്പോ 4 മണിക്ക് എല്ലാവർക്കും ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മീനടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 3 വെല്ലുള്ളി, 3-4 പച്ചമുളക്, അതുപോലെ 3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇത് അതിനുശേഷം ഇത് വൃത്തിയാക്കി വെച്ച നത്തോലി മീനാണിത്. ആ മീൻ എല്ലാം വൃത്തിയാക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ അതിലടക്കം ഞാൻ ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരു ഇടികളിലേക്കിട്ട് അതൊന്ന് ഇടിച്ചിട്ട് അടവെക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കതിനൊക്കെ എന്തെങ്കിലും കുറവാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളതിലേക്ക് ആവശ്യമുള്ളത് ചേർക്കുക. എനിക്കിതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി കുറവാണെന്ന് തോന്നി ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കി അത് മാറ്റി വെക്കുക. അത് മാറ്റി വെച്ചതിന് ശേഷം ഉള്ളി ഞാൻ നന്നായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് മീൻ ഒന്ന് ചെറിയ അധികം മൊരിയാൻ വെക്കാണ്ട് ഒന്ന് ചെറിയ തോതിൽ മൊരിക്കാൻ അവിടെ വെക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടിയും പുട്ടുപൊടിയുമാണ് ഇത് ഒരു 5-6 അടക്ക ആവശ്യമായിട്ടുള്ളതാണ്. 2 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് അരിപ്പൊടിയും. നേരത്തെ അടുപ്പിൽ വെച്ച മീൻ ഫ്രൈ ആയിനോ നോക്കിയിട്ടുണ്ട്. അത് അതിൻ്റെ പാകമായിട്ടുണ്ട്, മാറ്റി വെക്കാം നമുക്കത്. അടേണ്ട പാകത്തിൽ നമ്മളിങ്ങനെ കുറച്ച് പരത്തിയെടുക്കാൻ പാകത്തിൽ ഇങ്ങനെ കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. മാവ് കുഴച്ചെടുക്കുക അടേണ്ട പാകത്തിൽ. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. അത് ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക മാവ്. ഈ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നത് വരെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. അത് ഒന്ന് വാടി നല്ലോണം ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്താലെന്ന് വെച്ചാൽ കുറച്ച് വേഗം നമുക്കത് വാടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കണം. മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് വാടി കിട്ടാൻ നമുക്ക് ലേശം ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് വാടി കിട്ടും. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, അത് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം മിക്സ് ആയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ഫ്രൈ ആക്കി വെച്ച നത്തോലി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം അത് ഒന്ന് രണ്ടും കൂടി ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് നോക്കുക. നമുക്ക് അതിലേക്ക് ചേർക്കണമെങ്കിൽ എന്താവശ്യം നോക്കും. കുറച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് മീനിൻ്റെ ആ ഒരു സ്മെല്ലും ഇതുമെല്ലാം നമുക്ക് ആ ഉള്ളിയിലേക്ക് മസാലയിലേക്ക് ഇറങ്ങിച്ചെല്ലും. അതിന് വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി അമർത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മൂടി എടുത്തിട്ട് ഒന്ന് മൂടിയിട്ട് വെക്കുക. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി നോക്കാം. അത് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി ഒന്നും കൂടെ നോക്കി അതിനകത്തുനിന്ന് വേണോ നോക്കിയിട്ട് വെക്കുക.
അതിന് ശേഷം നമുക്ക് അട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇലയെടുത്തിട്ട് അതിനകത്ത് മാവ് ഇത് അടക്ക് പരത്തൂല, എല്ലാവർക്കും അറിയായിരിക്കും. അടക്ക് പരത്തിയിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ഉണ്ടാക്കി വെച്ച നമ്മുടെ മസാല അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് എല്ലാവരുടെയും നടുവിൽ എല്ലാം ഇങ്ങനെ എല്ലാവരുടെയും ആക്കി കൊടുത്തിട്ട് അതൊന്ന് മടക്കി എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇതുപോലെ എല്ലാം 5-6 അടയും തയ്യാറാക്കി അട വെച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് അട അതിനകത്ത് വെച്ചിട്ട് ഒരു മൂടി അടപ്പ് വെച്ച് മൂടി ഒരു 10-15 മിനിറ്റ് ചൂട് അടിപൊളി നേരത്തെ വെച്ചുള്ള അട തയ്യാറായി. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് കമൻ്റ് ഇടാൻ മറക്കരുതാരും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ്.